ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റെനീസ് ഡ്രീംവേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു 1.5 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ പുതിയ വീട്, കാണിച്ചു തരാം. അതായത് അപ്പച്ചൻ പണിത വീടാണ്. ഞങ്ങൾ പണ്ട് മെഡിക്കൽ കോളേജ് ഭാഗത്തായിരുന്നു കോഴിക്കോട് താമസിച്ചിരുന്നത്. ഇപ്പം ഞങ്ങൾ നമ്മുടെ പെരിങ്ങളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ, കുന്നമംഗലം ഭാഗത്തടുത്തായിട്ട്. അപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം മൊത്തം ഇവിടെ അപ്പച്ചൻ്റെ കലാപരിപാടികളാണ്, അതായത് ശില്പനിർമ്മാണം, അതേപോലെ ചിത്രം വര. അപ്പം വീട്ടിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം നല്ലൊരു കാഴ്ചയുടെ അനുഭവങ്ങളായിട്ട് നമുക്ക് നമ്മുടെ എപ്പിസോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് അപ്പച്ചൻ്റെ റൂമിലേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ. അപ്പച്ചൻ ഇപ്പോഴും വരയ്ക്കാണോ എന്ന് അറിയില്ല. ഇവിടെ അപ്പച്ചന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ റൂം പണിതിട്ടുണ്ട് പുതിയ വീട്ടിൽ. ഒരു ഓഫീസ് റൂം പോലെ, ഓഫീസ് റൂം കം ഡ്രോയിങ്. അപ്പച്ച ഹാപ്പി ക്രിസ്മസ് വൺ. ആഹാ, ഇത് അവിടെയൊക്കെ നോക്കിയാൽ തന്നെ കാണാം കേട്ടോ. ഫുള്ള് ചിത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൊറേ ഉണ്ടല്ലോ പക്ഷേ. പക്ഷെ എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ക്രിസ്മസ് കാലമൊക്കെ അല്ലേ. വരയിലാണോ? ചെറുതായിട്ടൊക്കെ ഒന്ന് വരച്ചോണ്ടിരിക്കുന്നു. മലാലേ? മലാല. ആഹാ, ചിത്രം. ഓക്കെ. പറിച്ചൊന്ന് ബുക്ക് മറിച്ച് നോക്കട്ടെ, വേറെ ഏതൊക്കെ ഉണ്ട് ചിത്രങ്ങള്. ചുനക്കര രാമൻകുട്ടി, ഓക്കെ. മാധവ് ഗാഡ്ഗിൽ. ഇത് ജിതേഷ്, ആടമ്പാട്ടിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ കരുണാകരനും നായനാരും. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ്. ഇത് നമ്മുടെ രവീന്ദ്രൻ മാഷ്. ഇത് ഞാനാണല്ലോ. ഓക്കെ, കൊള്ളാം. ഞാൻ എൻ്റെ ചാനലിൽ കുറെ ചിത്രമൊക്കെ വരയ്ക്കുന്നുണ്ടും കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എവിടുന്നാ പഠിച്ചത്, ആരാ പഠിപ്പിച്ചതെന്നൊക്കെ. ഇപ്പൊ സംഭവം മനസ്സിലായല്ലോ ആരാണ് പഠിപ്പിച്ചത്. നമ്മുടെ ഗുരു തന്നെയാണ്. അതായത് ഞാൻ പഠിച്ച സേവിയർ സ്കൂളിലെ ചിത്രകലയുടെ അധ്യാപകനാണ് അപ്പച്ചൻ. അതേ സ്കൂളിൽ തന്നെ അപ്പച്ചൻ 10 വരെ എല്ലാവർക്കും പഠിപ്പിച്ചു. ഞങ്ങളും അതേപോലെ ചിത്രം വരെ പഠിച്ച്. അത് പോരായിട്ട് എനിക്കും ഏട്ടനും അപ്പച്ചൻ അതല്ലാണ്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു തരാറുണ്ടായിരുന്നു. പക്ഷെ ആയ കാലത്ത് ഞാൻ വലിയ ചിത്രം വരെ പഠിച്ചിട്ടില്ല കേട്ടോ. പഠിച്ചിരുന്നെങ്കിൽ എനിക്കും വേണം ഇതുപോലെയൊക്കെ വരയ്ക്കായിരുന്നു. ഏട്ടൻ നല്ലോണം പഠിച്ച് അതേ ഫീൽഡിൽ തന്നെ ഏട്ടനും പോയി അല്ലേ അപ്പച്ചൻ? ഞാൻ അന്നേ കുറച്ച് മടിയനായിരുന്നു. നമ്മുടെ ഫീൽഡ് കുറച്ചും കൂടി നമ്മൾ വേറെ ഏതിലെങ്കിലും മാറ്റാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പിന്നെ ഒരു ഹോബി, ഒരു താല്പര്യം കൊണ്ട് മാത്രം വരച്ചു പോകുന്നത്. പക്ഷേ ഈ വീട്ടിൽ മൊത്തം അപ്പച്ചൻ്റെ സമ്മാനങ്ങളും കാര്യങ്ങളും, അപ്പച്ചന് ഒരുപാട് അവാർഡുകൾ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഇതിലേക്കും കൂടി കാണിച്ചു തരാം. അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അവാർഡ് കിട്ടിയ ആളാണ് അപ്പച്ചൻ. അതായത് എന്തായിരുന്നു അപ്പച്ചൻ എന്തിന്റെ ഇതിലേക്ക് കിട്ടിയ ലോങ്സ്റ്റ് പെയിന്റിംഗ് അല്ലേ? അത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ അവാർഡ് കേട്ടോ. അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന്റെ, അതായത് വേൾഡ് ലോങ്സ്റ്റ് പോർട്രേറ്റ് ക്യാൻവാസ് ഈസ് 27 meters long, which is having 1007 well-known personalities in the world, and was achieved by artist Devsha Devagiri, Calicut, Kerala, India, on 19 July 2018 at Constitution Club of India, New Delhi. അപ്പൊ ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ 27 മീറ്റർ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ ഇത് മൊത്തമായിട്ട് കാണിച്ചു. കാരണം ഇത് നിരത്തി വരുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു നേരം പിടിക്കും. അപ്പൊ ഇതല്ലാതെ ഈ വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാവിധ ചിത്രങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് മാരക ചിത്രമാണല്ലോ. പക്ഷെ വെള്ളത്തുള്ളിയുടെ ഇത് കൊടുത്തിരിക്കുന്നത് വാട്ടർ കളറാ? വാട്ടർ കളർ. ഓക്കെ. തിലകനെ വരച്ചത് ക്രയോൺ അല്ലേ? ബുദ്ധനെ വരച്ചത് വാട്ടർ കളറും ഉണ്ട്. അതുപോലെ അക്രിലിക് പെയിന്റ് രണ്ടും കൂടെ മിക്സ് ആണ്. ഓക്കെ.
മോഹൻലാലിനെ വരച്ചതുണ്ടല്ലോ. ചെണ്ടമേളം. പക്ഷെ ചിത്രങ്ങളൊക്കെ വിൽപ്പനയ്ക്കും കൂടി ഇല്ലേ? വിൽപ്പനയ്ക്കും കൂടി ഉണ്ട്. എങ്ങനെയാ റേറ്റ് ഒക്കെ? ആവശ്യക്കാരനുസരിച്ച് ആണല്ലേ. അപ്പൊ താല്പര്യമുള്ള എല്ലാവർക്കും കോണ്ടാക്ട് ചെയ്യാട്ടോ. ഞാൻ ഇതിന്റെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഫാദറിന്റെ. താല്പര്യമുള്ള എല്ലാ ആൾക്കാർക്കും കോണ്ടാക്ട് ചെയ്യാം. അപ്പം ചിത്രം മേടിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ. അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അവാർഡ് കൊടുത്തത് നമ്മുടെ ഡോക്ടർ കഫീൽ ഖാൻ അല്ലേ? ഓക്കെ. അത് നമ്മുടെ ടിനി ടോം. ഇത് നാളെ എവിടുന്ന് കിട്ടിയ അവാർഡായിരുന്നു പക്ഷേ? ഇത് നമ്മുടെ ജയന്റെ കോളിളക്കത്തിന്റെ 38 വർഷങ്ങളല്ലേ? ജയൻ അനുസ്മരണം. ഓക്കെ. ഇത് മംഗളം അനുമോദിച്ചതാ പക്ഷേ? റിട്ടയർ ആയപ്പോ 2 വർഷമായില്ല പക്ഷെ ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട്. ഇത് ഏതാ കർമ്മശ്രേഷ്ഠ അവാർഡ്? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അല്ലേ? ഇത് ഞാനും ഏട്ടനും ചെറുപ്പകാലത്തുള്ള ഞങ്ങളുടെ ഫോട്ടോയാണ് കേട്ടോ. അപ്പൊ പക്ഷെ വരച്ചിരിക്കുന്നത് ഇത് കളറൊക്കെ മാറ്റിയില്ല പക്ഷെ ബനിയന്റെ. കൊള്ളാം കൊള്ളാം. അക്രിലിക് ലോങ് ലാസ്റ്റിംഗ്. അപ്പച്ചൻ കൈവെക്കാത്ത മീഡിയങ്ങളില്ല. അതായത് വാട്ടർ കളറ്, അക്രിലിക്, ഓയിൽ പെയിന്റിങ്, ശില്പനിർമ്മാണം, സിമന്റ് വർക്ക്, അങ്ങനെ ഏത് തരം വർക്കുകളാണെങ്കിലും ഇവിടെ പോകട്ടോ. അതിലൊക്കെ അപ്പച്ചൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ക്രിസ്ത്യൻ കോളേജില് മറ്റേ റിലീഫ് വർക്ക് അല്ല ചെയ്തിരിക്കുന്നത്. ഗാന്ധിജിയുടെ പ്രതിമയുണ്ട് അല്ലേ? സിൽവർ ഹിൽസ് സ്കൂൾ, നമ്മുടെ കാലിക്കറ്റുള്ള സിൽവർ ഹിൽസ് സ്കൂള്, പിന്നെ ക്രിസ്ത്യൻ കോളേജ്, പിന്നെ CMI പബ്ലിക് സ്കൂള്, നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത്, ഇവിടെ എല്ലാം അപ്പച്ചൻ ചെയ്തിരിക്കുന്ന സിമെന്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോയിട്ട് ഇപ്പം കവർ ചെയ്യാൻ പറ്റുമോ എന്നാണ് പറയുന്നത്. ടൈം ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടി എപ്പിസോഡിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അതിന് നേരെ കുറച്ചും കൂടി ചിത്രങ്ങളുണ്ട്. അതാണ് നമ്മുടെ ആർട്ട് ഗാലറി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി അവിടെ പോയിട്ട് കവർ ചെയ്യാം. നമുക്ക് മേലേക്കൊന്ന് കയറി നോക്കാം. കയറി വരുമ്പോ തന്നെ ഒരു ചിത്രമാണല്ലോ, വിളക്കേന്തിയ സ്ത്രീ. ഇത് രവിവർമ്മയുടെ ചിത്രമായിരുന്നു പക്ഷെ? തകിടിലല്ലേ ഇത്? ഇത് കാർഡ്ബോർഡിൽ ഇനാമൽ പെയിന്റ് അല്ലേ? തെർമോക്കോളാണ്. തെർമോക്കോളിൽ കാർവ് ചെയ്തെടുത്തതാണ് അല്ലേ? ഈ മേൽഭാഗത്ത് ഇത് മൊത്തം ശരിക്കും പറഞ്ഞാൽ ഇവിടെയും കിടക്കാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എക്സ്പെഷ്യലി ഫോർ അപ്പച്ചന്റെ ചിത്രങ്ങള് ഇതൊരു ആർട്ട് ഗാലറി പോലെ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പൊ നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. ഈ പിറകിൽ വെച്ചിരിക്കുന്നതെല്ലാം ചിത്രങ്ങളല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെർമോക്കോളില്ലേ, കട്ടിയുള്ള തെർമോക്കോളിൽ കാർവ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ ചെമ്പ് നിറത്തിലൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഒരു അടിപൊളി ഫീലാണ് വരുന്നത്. അപ്പം വീടുകളിലേക്കൊക്കെ കനം കുറവാണ്, അതിനും ട്രാൻസ്പോർട്ടേഷന് വലിയ ഇഷ്യൂ വരത്തില്ല. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളും വീടുകൾക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. വെക്കേണ്ടവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. കുഴുവുള്ളടത്ത് ഇതൊക്കെ കുഴു തന്നെ വരുന്നത് അല്ലേ? ഒരുപാട് സമയത്തെ പ്രയത്നമാണ്. കട്ട് ചെയ്ത് ഇത് പക്ഷെ കാണാൻ നല്ലൊരു ഫീലല്ലേ, ഈ ചെമ്പിന്റെ നിറം അടിച്ചിരിക്കുന്ന കാരണേ. ശരിക്കും തകിടിൽ ചെയ്തൊരു വർക്ക് പോലെ തോന്നുകയും ചെയ്യും. ഇത് ഇങ്ങനെ തെർമോക്കോളിൽ കാർവ് ചെയ്തെടുക്കാൻ എത്ര നേരം പിടിക്കാം പക്ഷേ ഏകദേശം? ഒരേ സമയം ചെയ്യാതായിരുന്നില്ലേ? നമുക്ക് അകത്തേക്ക് കയറി നോക്കാട്ടെ. ഇവിടെ നമ്മുടെ കാലിക്കറ്റ് ആർട്ട് ഗാലറിനേക്കാളും സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ആർട്ട് ഗാലറിയാണ് നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്.
മാത്രം കട്ട് ചെയ്ത് കളർ ചേർക്കാതെ പരസ്പരം ഭാഷ കൊണ്ട് ഒട്ടിച്ചൊട്ടിച്ച് അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഉപയോഗിച്ച് ചെയ്തതാണ്. കൊളാഷ് എന്ന് പറയും. അവർ മദർ തെരേസയുടെ ഒരു ചിത്രമുണ്ട്, കംപ്ലീറ്റ് പേപ്പർ കൊളാഷ്. ഓക്കെ. നമ്മുടെ ന്യൂസ് പേപ്പറുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ പേപ്പറുകളൊക്കെ കളർ ടോൺ അനുസരിച്ചുള്ള പേപ്പറുകൾ മാത്രം. കൊള്ളാലോ. യാതൊരുവിധ പെയിന്റോ കൃത്രിമങ്ങളോ ഇല്ല, കംപ്ലീറ്റ് പേപ്പർ കട്ടിങ് മാത്രം. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എല്ലാം പത്ര കട്ടിങ്ങളാണ്. നമ്മുടെ കേരള ട്രാൻസ്പോർട്ട് അത് ഇതെല്ലാം ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് വരുന്നതാണ്. തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിക്കൊള്ളണമെന്നില്ല എന്താണ് ഈ സംഭവം എന്ന്. പക്ഷേ മാസികയും കാര്യങ്ങളും എല്ലാം. പക്ഷെ ഇത് ലോങ് വ്യൂ വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഇത് മദർ തെരേസയാന്ന്. ഇതൊരു സ്പെഷ്യൽ പെയിന്റിംഗ് ആണ്. അതായത് 17 തരം പെയിന്റുകൾ, താഴെ വാട്ടർ കളർ, ഇനാമൽ, സ്റ്റംപിങ്, ഓയിൽ പെയിന്റ്, അക്രിലിക്, ഡിസ്റ്റംബർ, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒറ്റ പെയിന്റിങ്. അതായത് വിവിധതരം പെയിന്റിന് വിവിധതരം ക്യാൻവാസുകളാണല്ലോ വേണ്ടത്. അത് ആദ്യം ഒട്ടിച്ച് ചേർത്തിട്ട് സ്പെഷ്യലായിട്ട് ചെയ്തതാണിത്. ഓരോ സംഭവങ്ങളും എവിടെയൊക്കെ വേണമെന്ന് അറിഞ്ഞ് ആദ്യം ക്യാൻവാസ് ഇവിടെയൊക്കെ ഒരു പീസ് ഒട്ടിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ. അങ്ങനെ സ്പെഷ്യലായിട്ട് ചെയ്ത ഒരു പെയിന്റിംഗ് ആണ്. ഓക്കെ. ഇത് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു മലയാള മനോരമയില്. സ്വപ്നം എന്നാണ് നമ്മളിതിനെ പേരിട്ടിരിക്കുന്നത് ഈ ചിത്രത്തിന്. അതുപോലെ അപ്പച്ചൻ ചെയ്തതിലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിത്രമാണ് കേട്ടോ. അക്രിലിക് ചെയ്ത സംഭവമാണ്. ഓക്കെ ഓക്കെ. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഗാന്ധി സ്മൃതി അവാർഡ് കിട്ടിയ ഒരു ഇത് കണ്ടില്ലേ പ്രൈസ്, അത് ഇതിനാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഗാന്ധിജിയുടെ തല മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. ഒരു ആകാശവും കടലിനെയും പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ളൊരു ചിത്രം. അപ്പം ഇത് മലയാള മനോരമ പത്രത്തിൽ ഓൾറെഡി കവർ ചെയ്തിരിക്കുന്നൊരു ചിത്രമാണ് ഇത്. അതേപോലെ ഞാനും ഏട്ടനും അപ്പച്ചനും അമ്മച്ചിയും കൂടി ഞങ്ങൾ കാശ്മീർ ട്രിപ്പ് പോയപ്പം അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അപ്പച്ചൻ വരച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് ഓയിൽ പെയിന്റ് അല്ലേ അപ്പച്ചൻ? ഓയിൽ പെയിന്റ് അല്ലേ. ലൈഫ് വർക്ക്, അതായത് കത്തി ഉപയോഗിച്ച് മാത്രം ചെയ്തിരിക്കുന്ന ഒരു പെയിന്റിംഗ് ആണിത്. ഓയിൽ പെയിന്റ് കത്തിയിലെടുത്തിട്ട് മാത്രം ചെയ്യുന്നു, ബ്രഷ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് റഫായിരിക്കും ചിത്രം. തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ജെൽപേന, നമ്മുടെ കറുത്ത ജെൽപേന മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത്. വിജയം, പൊൻകുന്നം വർക്കി, യേശുദാസ്, EMS, ബഷീർ, എബ്രഹാം ലിങ്കൻ. വലിയ സൈസിലുള്ളതും ചെറിയ സൈസിലുള്ളതായ എല്ലാതരം പിക്ചറുകളും ആവശ്യം വരച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പൊ ചിത്രങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. നീനു ആട്ടുകാട്ടിൽ ആടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിക്കറ്റ് ആർട്ട് ഗാലറി എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു അതേ ഒരു ഫീൽഡിൽ നമ്മളിവിടെ വീട്ടിൽ ആർട്ട് ഗാലറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പച്ചന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വീട് പണിയുമ്പോൾ ഇതുപോലെ ഒരു ആർട്ട് ഗാലറി സെറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ അപ്സ്റ്റെയർ മൊത്തം ആർട്ട് ഗാലറിക്ക് വിട്ട് നമ്മുടെ സ്റ്റേ മൊത്തം താഴെയാണ്. അപ്പൊ അതേപോലെ തന്നെ ഇനി വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി കാണിച്ചു തരാം. പക്ഷെ ഇപ്പം വേറെ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ പ്രശസ്തരായ വ്യക്തികൾക്ക് ചിത്രം വരച്ചിട്ട് അവർക്ക് തന്നെ നമ്മൾ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട് പല വേദികളിലായിട്ട്. അപ്പം അതിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഇനി നമുക്ക് കാണാം. ഇത് നമ്മുടെ തോട്ടത്തിൽ രവീന്ദ്രൻ മേയർ. ഇപ്പത്തെ മേയറും പുള്ളിയാണോ? മേയർ വേറെ അല്ലേ? ഇത് നമ്മുടെ ഓക്കെ ഓക്കെ. ഇത് കൊള്ളായിരുന്നു കേട്ടോ ഫോട്ടോ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഫോട്ടോ. MTക്ക് കൊടുത്തത്. ഇത് ONV കുറുപ്പിന് കൊടുത്തത് അല്ലേ? KT ജലീലിന്റെ കയ്യിൽ നിന്ന് അവാർഡ് നേടുന്നത്. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ IPS കാരിയല്ലേ? മെറിനോ? സേവിയർ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി. ഓഹോ, ഇത് എക്സൈസ് വകുപ്പ് മന്ത്രി നമ്മുടെ രാധാകൃഷ്ണൻ അല്ലേ? രാമകൃഷ്ണൻ. അത് നമ്മുടെ രമേശ് ചെന്നിത്തല. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. പക്ഷെ പിണറായി വിജയൻ, മന്ത്രി മുനീറും ഉണ്ടല്ലോ കൂടെ. ഇത് നമ്മുടെ കേന്ദ്രമന്ത്രി അല്ലേ? ഓക്കെ ഓക്കെ. ഇത് താമരശ്ശേരി രൂപത ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചൻ. ഇത് നമ്മുടെ ചിത്രകാരൻ MV ദേവൻ അല്ലേ? ഓ ആ, നമ്മള് കോഴിക്കോട് ചിത്ര പ്രദർശനം വെച്ചപ്പോലെ. ഇത് നമ്മുടെ ആദ്യത്തെ ചിത്ര പ്രദർശനമായിരുന്നു കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ. അപ്പൊ നമ്മുടെ കവിയും ഗാനരചയിതാവുമായ PK ഗോപി സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് നമ്മുടെ കഥകളി. ഈ പിറകിൽ നിൽക്കുന്ന പ്രൈസുകളൊക്കെ കണ്ടോ? സ്കൂൾ കാലഘട്ടത്തിൽ ഞാനും ഏട്ടനും കൂടി നേടിയ പ്രൈസുകളാണ്. എൻ്റെത് ഒരു തട്ടിലുള്ളതേ ഉള്ളൂ, മിച്ചുള്ളത് മൊത്തം ഏട്ടന് കിട്ടിയതാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ പ്രൈസ് മേടിക്കുന്നതിനോട് അധികം വലിയ താല്പര്യമില്ല. ഞങ്ങൾ വിട്ടുകൊടുക്കും. ഞാൻ എന്തിനാണ് വെറുതെ ബാക്കിയുള്ളവരുടെ സന്തോഷം കളയുന്നത്? ഓ, ഏട്ടന് നാഷണൽ അവാർഡ് കിട്ടിയതിന്റെ ഒക്കെ ഉണ്ട് അല്ലേ? തെരഞ്ഞെടുപ്പ്. ഇത് കണ്ട മെജസ്റ്റിക്ക ജ്വല്ലറിന്റെ 45th സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് പ്രൈസ് കിട്ടിയതാണ് കേട്ടോ. തിരൂര് വെച്ച് നടന്ന കാർട്ടൂൺ മത്സരത്തിൽ 3rd കിട്ടിയിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റിൽ. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരും. ഓ, 35 വർഷമായിട്ട് നിൽക്കുന്നതല്ലേ? ഇത് ഓയിൽ പെയിന്റിൽ വരച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കേടാവത്തില്ല അല്ലേ? അതേപോലെ പക്ഷെ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് വരയ്ക്കുന്ന ഒരു സംഭവമാണ് ഈ പോർട്രേറ്റ്സ് വരച്ചു കൊടുക്കുന്നത്. മരിച്ചുപോയ ആൾക്കാരുടെ അല്ലെങ്കിൽ അതുപോലെ ഓർമ്മയ്ക്കായിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല സൈസിൽ ചെയ്ത് കൊടുക്കുന്നതാണ് പോർട്രേറ്റ്സ്. അതാകുമ്പോൾ ഓയിൽ പെയിന്റിൽ ചെയ്ത് ക്യാൻവാസിൽ ചെയ്ത് കഴിഞ്ഞിട്ടല്ല, നമ്മുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ തന്നെ വല്ല ചെതലരിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ നന്നായി സൂക്ഷിച്ച് കഴിഞ്ഞാൽ കണ്ണാടി പോലും ഇടണ്ട, വീട്ടിൽ നല്ല ജീവനുള്ള ചിത്രങ്ങളായിട്ട് എല്ലാവരും ജീവിക്കും. അപ്പം താല്പര്യമുള്ള എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എപ്പോൾ വേണമെങ്കിലും. അപ്പം നല്ല നല്ല ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മുകൾ ഭാഗത്തെ ആർട്ട് ഗാലറിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമായെന്ന് തോന്നുന്നു. ഇതാ നിറച്ച് നമ്മുടെ ചിത്രങ്ങൾ കാണാം ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് താഴെ പോയിട്ട് ബാക്കിയുള്ള പ്രതിമകളിലേക്കും എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യാം. ജോപ്പു, ഓ ജോപ്പൊക്കെ വീട് കണ്ടിട്ട് 1.5 കൊല്ലായി. ജോപ്പുന് ഇഷ്ടായ വീട്? ആ, ഇനി എല്ലാരും കണ്ട പേടിക്കുന്ന ഒരു വാഴക്കൊല കാണിച്ചു തരാട്ടാ. എവിടെ? പക്ഷെ ആഹാ, എന്താണ് 2 ആണോ? എവിടെ പോവാ? എവിടെ? ആ ഓക്കെ.
കല്ലെടുക്കാൻ പോവാണ് ടിപ്പറില്? എന്റെ മുത്തേ, അപ്പൊ വണ്ടിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. ആ, ലോറി വണ്ടി ആയതുകൊണ്ട് നിറയ്ക്കാൻ പോവാണോ? ഓ ഇത് അപ്പച്ചനുണ്ടാക്കിയ ഒരു ആട്ടുംകുട്ടി, മയില്, പിന്നെ തത്തമ്മ കൊമ്പിലിരിക്കുന്നത്, മരം കൊത്തി കൊമ്പിലിരിക്കുന്നത്. ഇപ്പറതാ അതല്ലാതെ വേറൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള റിലീഫ് വർക്കുകൾ പലരും വീട്ടിലേക്ക് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പോണ്ട് പോലെ ജസ്റ്റ് കുത്തിയിട്ടൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ അടുത്തതാ ഇതുപോലെ കൊക്കുകളും ഇതൊക്കെ അപ്പച്ചനുണ്ടാക്കിയതാ കേട്ടോ. കൊക്കിനൊക്കെ ഒരു കൈതച്ചക്ക, ഇവിടെ ഒരു ചെറിയൊരു ആമ്പൽക്കുളം പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആമ്പലും അതിലേക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. കൊടൊക്കെ പുറത്തുനിന്ന് മേടിച്ചാണെങ്കിലും കളർ അടിച്ചിരിക്കുന്ന അപ്പച്ചനാണ് കേട്ടോ. ഇതും അപ്പച്ചൻ വരച്ചൊരു ചിത്രമാണ് കേട്ടോ. വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ തന്നെ കാണാം, ഇവിടെയുണ്ട് വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ. നമ്മുടെ പഴയ രവിവർമ്മ ചിത്രമല്ലേ, അത് വരച്ചിട്ടുണ്ട് ഇവിടെ. ഇത് ഏട്ടന് നാഷണൽ അവാർഡ് കിട്ടിയ ടൈമാണ് കേട്ടോ. ബൈറോൺ സിംഗ് ഷെഖാവത്ത് ഉപരാഷ്ട്രപതി. ഇതെൻ്റെ ആദ്യ കുർബാന ടൈമിലെ ഫോട്ടോ. ഞങ്ങൾ ആദ്യം ഡൽഹിക്ക് പോയതാണ്. ഞാനൊരു 8ാം ക്ലാസ്സിലേറ്റം പഠിക്കുന്ന ടൈമിൽ ഞാനും ഏട്ടനും ചെറുപ്പത്തിലുള്ള ഫോട്ടോ, 6 മാസം പ്രായമുള്ളപ്പോൾ. അതെ, ഞാനും നീനുവിൻ്റെയും എൻ്റെ ഏട്ടൻ്റെയും ഏട്ടത്തിൻ്റെയും കല്യാണ ഫോട്ടോ. ജോപ്പു 6 മാസം പ്രായമുള്ളപ്പോൾ ഉള്ള ഫോട്ടോ. ഇത് അപ്പച്ചൻ്റെയും അമ്മച്ചിൻ്റെയും കല്യാണ ഫോട്ടോ. ഇത് ഞങ്ങൾ 5 കസിൻസ് ചെറുപ്പത്തിൽ ടൂർ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഇതിൽ ഈ കള്ള ലക്ഷണമായിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. മേലിരിക്കുന്നത് ഏട്ട്, ഇത് സിബി, ഇത് മുത്ത്, ഇത് ജിബി. ഇത് മാസ്റ്റർ ബെഡ്റൂമിൽ അപ്പച്ചൻ വരച്ചു വെച്ചിരിക്കുന്ന മറ്റൊരു രവിവർമ്മ ചിത്രമാണ്. ഇത് നമ്മൾ ഒരുപാട് ചിത്ര പ്രദർശനത്തിലൊക്കെ വെച്ചുള്ളൊരു ചിത്രമായിരുന്നു കേട്ടോ. രവിവർമ്മയുടെ അടിപൊളി വലിയൊരു ക്യാൻവാസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ ഇനി അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ മസ്റ്റായിട്ട് കാണിക്കാൻ പോകുന്ന സംഭവമാണ് അപ്പച്ചന് അവാർഡ് കിട്ടിയ, അതായത് അറേബ്യൻ ബുക്ക് ഓഫ് അവാർഡ് കിട്ടിയ ആ ചിത്രം. 27 മീറ്റർ നീളമുള്ള ആ പെയിന്റിംഗ് ആണ് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ്. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാത്തിരിക്കുക. 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ് ഇറങ്ങുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് റെനീസ് ഡ്രീം വേൾഡ്. ബൈ.